ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡില് വിഷ്ണു വന്ന് സത്യഭാമയോട് ദേഷ്യപ്പെടാണേ. അമ്മ വാക്ക് കൊടുത്തോ, ആർക്കെങ്കിലും ഞാൻ ഏതെങ്കിലും പെണ്ണിനെ കെട്ടിക്കോളാന്ന്. ഭാമറയും അതുപിന്നെ ശാലിനി എന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചപ്പോ ഒരു പിടിവള്ളിക്ക് വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്നുള്ള സത്യ. പക്ഷെ അതൊന്നും കാര്യത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോഴേക്കും അവിടേക്ക് എല്ലാവരും മറ്റു കുടുംബാംഗങ്ങൾ വരിക. വിഷ്ണു അറിഹോ അപ്പൊ പറഞ്ഞു അല്ലേ, അമ്മയ്ക്ക് മറ്റുള്ളവരുടെ മുന്നിലെ നിലയും വിലയും കിട്ടാൻ വേണ്ടി എന്നെ എന്തിനാ ഇങ്ങനെ ബലിയാടാക്കുന്നത്? സമൂഹ വിവാഹത്തിലെ ചെറുക്കിന് കിട്ടാത്ത പെണ്ണിനെ കല്യാണം നടത്തണമെങ്കിലേ സ്വന്തം മകനെ പിടിച്ച് അവരുടെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെയല്ല ഒരമ്മ ചെയ്യേണ്ടത്. ആ മകന്റെ മനസ്സ് മനസ്സിലാക്കണം, എന്നിട്ട് അവന്റെ ഒപ്പാ നിൽക്കേണ്ടത്. ഭാമയ്ക്ക് മറുപടി ഒന്നുമില്ല. രാഘവേട്ടൻ പറയും, ഭാമേ നിന്റെ വീറും വാശിയും കാണിക്കേണ്ടത് സ്വന്തം മകന്റെ ജീവിതം വെച്ചല്ല. ഇങ്ങനെയായാ നീ അവനെ വിവാഹ തട്ടിപ്പുകാരനാക്കുമല്ലോ. ആദ്യം സ്വന്തം മക്കളുടെ മനസ്സ് മനസ്സിലാക്കാൻ നോക്ക്, എന്നിട്ട് മതി നാട്ടുകാരെ സേവിക്കലും നാട് നന്നാക്കലൊക്കെ. ഭാമയ്ക്കും ഞാൻ നിശ്ചയിച്ച വിവാഹം മുടക്കാൻ അവളാരാ? എന്നെ അത്രയും പേരുടെ മുന്നിൽ വെച്ച് അവൾ അപമാനിച്ചപ്പോ എനിക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ ആരും ഇല്ലായിരുന്നു. ദേ ഈ പിള്ള വരെ വെറുതെ അവിടെ വായ നോക്കി നിൽക്കായിരുന്നു. പിള്ളച്ചേട്ടൻ വീണ്ടും തലതാഴ്ത്തി നിൽക്കും. അവള് പോലീസിനെയും പട്ടാളത്തെയും ഒക്കെ കൊണ്ടുവന്ന് അവളുടെ ജോലിയുടെ പവർ കാണിച്ചു. എന്തിനെ? എന്നെ തകർക്കാൻ, എന്നെ നാണം കെടുത്താൻ, എന്നെ ആൾക്കാരുടെ മുന്നിലെ ഇല്ലാതാക്കാൻ. എന്റെ വിലയും നിലയും മറന്ന് അവള് സംസാരിച്ചപ്പോ ഒരു പിടിവള്ളിക്ക് വേണ്ടി നിന്റെ പേര് ഞാൻ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിന്റെ പേരില് ആ പെണ്ണിനെ കെട്ടിവെക്കുന്നൊന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കണേ. രാഘവേട്ടൻ പറയും, ഭാമേ എന്തുകൊണ്ട് ശാലിനി അത് ചെയ്തതെന്ന് നീ തിരക്കിയോ? അപ്പൊ തന്നെ ഭാമ മൈൻഡ് ചെയ്യണ്ടങ്ങ് നിൽക്കും. രാഘവേട്ടൻ പറയും, മറ്റൊരു പെൺകുട്ടിയെ പറഞ്ഞു വഞ്ചിച്ചിട്ടേ അവളിൽ നിന്ന് കിട്ടാവുന്ന എല്ലാം വാങ്ങിച്ചെടുത്തിട്ട് ഈ പെണ്ണിനെ കെട്ടിയാൽ കിട്ടാവുന്ന സ്വർണവും പണവും എല്ലാം കയ്യിലാക്കാൻ വേണ്ടി നീ കണ്ടെത്തിയ ചെക്കൻ ശ്രമിച്ചപ്പോ അത് തടഞ്ഞത് ശാലിനി ചെയ്ത തെറ്റല്ല, നിനക്ക് ചെയ്ത സഹായമാ. രോഹിത് പറയും, അത് സത്യമേ, ഈ ചെറുക്കൻ താലി കെട്ടി കഴിഞ്ഞതിനു ശേഷമാണ് ഈ ചതി പറ്റിയ പെണ്ണിന്റെ കാര്യം അറിയുന്നതെങ്കിലോ സത്യമ്മ ഒരുക്കി നിർത്തിയ വരനെ പോലീസ് കൊണ്ടുപോവില്ലായിരുന്നോ? അപ്പൊ അവിടെ 2 പെൺകുട്ടികളാ അവൻ കാരണം ഇല്ലാണ്ടായി പോവാ. അവരുടെ സങ്കടവും നമ്മൾ കാണണ്ടേ? ഷാമോറും ദയവ് ചെയ്ത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് കുഞ്ഞേച്ചിയെ വെറുക്കരുത്, ഇതെന്റെ ഒരു അപേക്ഷയാ. അപ്പോഴേക്ക് വിഷ്ണുവിനെ ദേഷ്യം പറയും, അതെ മതി മതി നിർത്ത് കേട്ടാ. ശേഷം ഭാമയോട് പറയും, അമ്മേ എനിക്ക് അമ്മയുടെ ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല, എന്നും ബഹുമാനം സ്നേഹം ഒക്കെ തന്നെയുണ്ട്. പക്ഷേ ഇതേ ഒരു അപേക്ഷയുണ്ട്, ദയവേത് എന്നൊരു പന്തയ വസ്തു ആക്കരുത്, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ എന്നും പറഞ്ഞ് വിഷ്ണു നടന്നു പോകും. അത് കഴിഞ്ഞാൽ ഭാമ ഇങ്ങനെ എല്ലാരും നോക്കും. അല്ല ഇനി രാഘവേട്ടൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? രാഘവേട്ടൻ പറയും, ഇല്ല കാര്യമില്ല, അതിനുള്ള സമയം കഴിഞ്ഞുപോയി. അതേക്കുമ്പോ ഭാമ മുഖം കണിപ്പിച്ച് ഇങ്ങനെ അപ്പുറത്തേക്ക് തിരിഞ്ഞു നിൽക്കണേ. വിഷ്ണു ആണെങ്കിൽ ദേഷ്യത്തോടു കൂടി മുകളിൽ പോയി കസേരയൊക്കെ തട്ടി തെറിപ്പിച്ചിങ്ങനെ നിൽക്കണേ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലേക്ക് മന്ത്രി ദാസ് വന്നിരിക്കുക. സത്യമേ ഞാൻ ഇവിടെ ഇപ്പോ ഒരു സെക്യൂരിറ്റി ഗാർഡും ഇല്ലാതെ വന്നിരിക്കുന്നത് കാര്യം മനസ്സിലായി കാണല്ലോ. സ്വന്തം ഫോണിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമായതുകൊണ്ടാ നേരിട്ട് വന്ന് പറയാന്ന് കരുതിയത്. ചുറ്റും സർവത്ര ചാരന്മാരാണ്, ഓൺലൈൻ ചാനൽക്കാരുടെ ശല്യം വേറെ. ഭാമറിയും ദാസേ അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞ കാര്യം മനസ്സിലാവില്ല. ദാസ് പറയും, നമ്മുടെ മരം വെട്ട് ബിസിനസ്സിലെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. അതുണ്ടാക്കിയത് ഈ ഓൺലൈൻ ചാനൽക്കാരാ. മരം വെട്ടിയത് അനധികൃതമാണെന്നും കാടിന്റെ മക്കളുടെ സ്വത്താ വെട്ടിയെടുത്തതെന്നൊക്കെ പറഞ്ഞ് ചില ന്യൂസുകള് അവിടെ ഇവിടെയൊക്കെ പൊങ്ങി വരുന്നുണ്ട്. ചിലപ്പോ ചില കുരുത്തം കെട്ടവന്മാരെ ഇവിടെയും കയറി വന്നേക്കാം. ഭാമിക്കും, അയ്യോ ഇവിടെയോ? ദാസോരും പിന്നല്ലാതെ എന്റെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ? മരം വെട്ടാൻ കരാർ എടുത്തിരിക്കുന്നത് ഇവിടുത്തെ രോഹിത്തല്ലേ, അപ്പൊ ഉത്തരം പറയേണ്ട ബാധ്യതയും ഇവിടെ ഉള്ളവർക്കുണ്ട്. ഭാമയ്ക്കും, അല്ല ദാസേ കുഴപ്പം വല്ലതും ഉണ്ടാവോ? ദാസോരം ആദ്യം ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് നോക്കട്ടെ, അതിനുശേഷല്ലേ ഇവിടെ ഉള്ളവർക്ക് പ്രശ്നം വന്നാൽ പരിഹരിക്കാൻ പറ്റുള്ളൂ. ഭാമയ്ക്കും, മൊത്തത്തിൽ അപ്പൊ എല്ലാവർക്കും കുഴപ്പമാണല്ലേ. മന്ത്രിയായ ദാസ് എന്നെ ഇങ്ങനെ പറയുന്നു. ദാസ് വരെ മന്ത്രി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ പോട്ടെ പുല്ലെന്നെ കരുതൂ. സ്ഥാനം പോയാൽ പിന്നെ എന്നെ ഒന്നിനും കൊള്ളില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന് ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാ, അതുകൊണ്ട് ഐസ് വാട്ടർ കണ്ടവരെ എനിക്ക് പേടിയാ. സത്യമേ ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ചോദ്യവും പറച്ചിലൊക്കെ ആയിട്ട് വന്നാ എന്റെ പേര് പറയരുത്. ഞാൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലും പുറത്താരും അറിയരുത്. അറിഞ്ഞാൽ ഞാൻ രാജിവെക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ ഒരാളെ രക്ഷിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തല പോലും എന്നെ ഒറ്റുകൊടുക്കരുത്. സത്യമ്മയ്ക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഇനി വൈകിക്കുന്നില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപേന്ദ്രനെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞേ അവിടുന്ന് പോവാണ്. ഭാമയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഇങ്ങനെ പേടിച്ചു നിൽക്കുക. ദാസ് പോകുന്നത് ഇങ്ങനെ ഭാമ പുറത്തേക്ക് വന്ന് നോക്കി നിൽക്കാണ്. ദാസ് പോയി കഴിഞ്ഞാ ഭാമ വേഗം ഫോൺ എടുത്ത് ഉപേന്ദ്രനെ വിളിക്കുക. ആ പറഞ്ഞോളൂ ഏട്ടത്തി. ഉപേന്ദ്ര, സത്യഭാമയാണ്. ഉപേന്ദ്ര ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? നമ്മുടെ മരം മുറിക്കുന്ന ബിസിനസ്സിലെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ഇതുവരെ അങ്ങനെയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഭാമയ്ക്കും പിന്നെ ദാസ് വന്നിട്ട് എന്താ എന്നോട് ഓരോന്ന് പറഞ്ഞിട്ട് പോയത്? അയാളുടെ പേര് ഒരു കാരണവശാലും പുറത്ത് പറയരുതെന്ന്. അയാളാകെ പേടിച്ചിരിക്കുവാണല്ലോ. ഉപേന്ദ്ര ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? ഉപേന്ദ്രൻ പറയൂ, അതൊരു പ്രശ്നമല്ല. ഏതോ ഓൺലൈൻ ചാനലുകാരെ എന്തോ വിഡിത്തരം പറഞ്ഞതാ. അതത്രയ്ക്ക് കാര്യമുള്ള വിഷയമല്ല ഏട്ടത്തി. നമ്മൾ എന്തിനാ അതിന്റെ പിന്നാലെ തൂങ്ങുന്നത്?
പിന്നെ മന്ത്രിയുടെ കാര്യം ഏട്ടത്തിക്ക് അറിയാലോ, പേടിക്കാൻ ഒരു ഇത്തിരി മതി. ഭാമ ഉപേന്ദ്ര, ഞാൻ ആകെ പേടിച്ചു പോയി. അത്രയും ഭയപ്പെടുത്തിയിട്ടാ ആ ദാസ് വന്ന് പറഞ്ഞതും പോയതും. ഉപേന്ദ്ര, പെട്ടെന്ന് എന്റെ ജീവൻ അങ്ങ് പോയി. ഉപേന്ദ്രനും പേടിയുണ്ടെന്ന് തോന്നണോ? ആ രീതിയിലാ പറയുന്നത്. അത്രയ്ക്ക് കാര്യം നോക്കണ്ട. ഈ ബിസിനസ്സിൽ നീ മന്ത്രി ഇല്ലെങ്കിലും നമ്മൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഏട്ടത്തി ധൈര്യമായിട്ടിരുന്നോ, ഒരു കുഴപ്പമില്ല. ഭാമ ഇപ്പഴാ ഒന്ന് ശ്വാസം നേരെ വീണത്. ശരി എടുത്തി, ഞാനേ അല്പസമയം കഴിഞ്ഞിട്ട് വിളിക്കാം. ഞാൻ ഇച്ചിരി തിരക്കില്ല. ശരി ഉപേന്ദ്ര എന്ന് പറഞ്ഞ് കോള് കട്ടയ്യാണ്. ഭാമയ്ക്ക് ആശ്വാസമായി. ഇന്ന് ഉപേന്ദ്രന്റെ മുഖത്ത് എന്തൊക്കെയോ ഒരു ടെൻഷനൊക്കെ ഉണ്ട്, ഒരു കള്ളത്തരത്തിന്റെ ലക്ഷണം. പിന്നീട് കാണിക്കുന്നത് ഡിസ്ട്രിക്ട് കളക്ടറുടെ അടുത്താണ്. അനു ശാലിനിയുടെ റൂമിലേക്ക് പോവാ. അപ്പൊ അങ്ങോട്ട് കാറില് സുസ്മിത വരികയാണ്. അനുവിനെ കാണുമ്പോ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ അടുത്ത് നിന്നിട്ട് പറയും, നീയല്ലേ അനു പല്ലവി? അനു പറയും, അതെ, നിങ്ങളാരാ? എന്റെ പേര് പറഞ്ഞ നീ അറിയും, സുസ്മിത. എന്റെ പേരിൽ നീ ഒരുപാട് ശത്രു സംഹാര പൂജയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ചിലതൊക്കെ ഏറ്റിട്ടുണ്ട്. ആ ഏറ്റതിന്റെ ക്ഷീണമൊക്കെ ഒന്ന് തീർന്നപ്പോ ഈ മുതലിനെ ഒന്ന് കണ്ടേക്കാന്ന് കരുതി. അനു പറയുന്നതേ, സൂക്ഷിച്ച് സംസാരിക്കണം. സുസ്മിത പറയും, സൂക്ഷിക്കേണ്ടതും സുരക്ഷിതയാവേണ്ടതും നീയാ. പ്രത്യേകിച്ചും സുസ്മിതയോട് മുട്ടാൻ വരുമ്പോ. മുട്ടിയാൽ മുട്ടാൻ വരുന്നവന്റെ മുട്ട അടിച്ച് തകർക്കുന്ന സൈസാ ഞാൻ. അനു അങ്ങനെ ചുറ്റിലും നോക്കുമ്പോ സുസ്മിത പറയും, ഇവിടുത്തെ സെക്യൂരിറ്റി ഞാൻ നോക്കുന്നുണ്ടെങ്കില് അയാൾ ഒരു മുറുബീടിയും വലിപ്പിച്ച് അവിടെ ആ മാവിന്റെ ചുവട്ടിൽ ഇരുത്തിയിട്ടുണ്ട്. ഇനി അതേതായാലും തീരാതെ അയാൾ ഇങ്ങോട്ട് വരില്ല. പിന്നെ ആ ഒരു തണ്ടിലും കരുത്തിലും ഒതുങ്ങുന്നവളല്ല ഈ സുസ്മിത. ഇച്ചിരി കൂടിയാണവാ. പിന്നെ ജയിലിൽ കിടന്നപ്പോ തണ്ടലിന്റെ ശക്തി ഇത്തിരി കൂടുകയും ചെയ്തപ്പോ ഒരല്പം ഉഷാറായി എന്നും പറഞ്ഞ് അനുപല്ലവിയുടെ തോളിലും കൈയിട്ട് ഇങ്ങനെ നടന്ന് സംസാരിക്കുക. ഇനി ഒരു ജയിൽവാസം കിട്ടിയാലും അതങ്ങ് ചിരിച്ചുകൊണ്ട് സ്വീകരിക്കും. അതെന്നെ കൊണ്ട് ഉടനെ ഒന്നും ചെയ്യിപ്പിക്കരുത്. അനുങ്ങനെ നോക്കുമ്പോ അതേ, ഈ ജയിൽവാസം അതിനിട വരുത്തരുതെന്ന്. അനുക്കും എന്താ നിനക്ക് വേണ്ടത്? ഇത് കളക്ടറേറ്റാ, ഒരുപാട് കുഴപ്പം പിടിച്ച സ്ഥലം. സുസ്മിത നോക്കിയിട്ട് പറയും, നിന്നെ കണ്ടപ്പോ തോന്നി ഇത് അല്പം കുഴപ്പം പിടിച്ച സ്ഥലമാണെന്ന്. ഇങ്ങനെ അടിമുടി നോക്കി പറയുമ്പോ യു എന്ന് പറഞ്ഞ് അനു വിരൽ ചൂണ്ടുമ്പോ സുസ്മിത വിരലെ പിടിച്ചമർത്തി താഴ്ത്താണ്. അടങ്ങടി, വിറയ്ക്കാതെ അവിടെ നിക്ക്. ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതിനു മുമ്പ് നീ ഇങ്ങനെ കിടന്ന് തുള്ളാൻ തുടങ്ങിയാലോ. എവിടെ നിന്റെ കൊച്ചമ്മ കളക്ടർ ശാലിനി വിഷ്ണു? അനു പറയും, മാഡം എത്തിയിട്ടില്ല. സുസ്മിത പറയും, ഷോ ഇത് എന്ത് പഞ്ചിങ് ടൈമാ? വെയിൽ തന്നെ വിളവ് തിന്നുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, കാട്ടിലെ തടി തേവരുടെ ആന. നടക്കട്ടെ. പിന്നെ നിന്നെ പോലുള്ള ആത്മാർത്ഥത കൂടിയ പ്രൈവറ്റ് സെക്രട്ടറിമാരുള്ളപ്പോ കളക്ടർ മാഡത്തിന് 5-10 മിനിറ്റ് വൈകി വരാലോ. കാര്യങ്ങൾക്ക് നീ ഡീൽ ചെയ്യല്ലോ. പലരും അതെ, ഇതൊരു സർക്കാർ സ്ഥാപനമാണ്. ഇവിടെ ഇങ്ങനെ എടി പൊടി ഒന്നും വിളിക്കാൻ പറ്റില്ല. പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നവർക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ യോഗ്യതയുള്ളൂ. കോൾമിസർ അല്ലെങ്കിൽ മാഡം. സുസ്മിത കൊള്ളാം, ഇത് രണ്ടും ഞാൻ നിന്നെ വിളിക്കില്ല. ഇനി എന്റെ നേർക്ക് എന്തെങ്കിലും കളക്ടർ പ്രീതിക്ക് വേണ്ടി കണ്ണന്തിരിവ് കാണിച്ചാൽ ഞാൻ വിളിക്കുന്നത് വേറെ വലുതും ആയിരിക്കും. എന്റെ നാവിന് ലൈസൻസ് ഇല്ല എന്നുള്ള കാര്യം നിനക്കറിയാലോ. നാവിനുമില്ല, എനിക്കുമില്ല. ലേണേഴ്സ് എങ്കിലും എടുക്കണമെന്ന് കരുതി നിന്റെ കൊച്ചമ്മയടക്കം പലരും ശ്രമിച്ചതാ. പക്ഷെ ഒരു ചുക്കും നടന്നില്ല. ഇനി ഇവിടെ പലതും നടക്കും. എന്റെ വഴികളിൽ നീ നിന്റെ മാർഗം കളികളുമായിട്ട് വന്നാൽ സുസ്മിത ആരാണെന്ന് നീ അറിയും. ശാലിനിയുടെ വാക്കും കേട്ട് എന്റെ വണ്ടിയിൽ മയക്കുമരുന്ന് തിരികെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തത് നീയല്ലേ? അനുങ്ങനെ തല താഴ്ത്തുന്നിട്ട് സുസ്മിത വിരൽ ചൂണ്ടിയിട്ട് പറയും, ഇനി എങ്ങനെ അങ്ങനെ വല്ലതും ഉണ്ടായാൽ പൊന്നാര സേവക മോളെ, നിന്റെ ഈ സേവന പാരമ്പര്യം ഞാനങ്ങ് നിർത്തിക്കളയും. ചുമ്മാ അങ്ങ് തേച്ചൊട്ടിക്കും ഞാനങ്ങ് ഭിത്തിയില്. പടമാക്കി ചുമരിൽ തൂക്കുന്നു. മനസ്സിലായോ? അനുവാക്ക് പേടിച്ചിട്ടുണ്ട്. അപ്പോഴായിരിക്കും ശാലിനി കാറിൽ വന്നിറങ്ങുന്നത്. പെട്ടെന്ന് സുസ്മിത ഞെട്ടുന്നുണ്ട്. എന്നാൽ ശാലിനി വരുന്ന കാണുമ്പോ മൈൻഡ് ചെയ്യാണ്ട് മുഖം തിരിച്ചങ്ങ് നിൽക്കും. എന്താനോ ഇവിടെ വല്ല നിവേദനവും ഏൽപ്പിക്കാൻ വന്നതാണോ? സുസ്മിത പറയും, എന്റെ കയ്യിൽ നിന്ന് നിവേദനം കിട്ടിയിട്ട് നീ അതിന് പരിഹാരം കാണില്ല. ഞാൻ നിവേദനം തരുന്ന ആളല്ല, ക്രൂരമായ വേദന തരുന്ന ആളാണെന്നേ ഇവിടെ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നതാ. ദാ ഈ മുതലിനത് മനസ്സിലായി. ഇനി കൊച്ചമ്മയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി നല്ല വ്യക്തമായ ഭാഷയിൽ ഞാൻ പറയാം. ശാലിനെ പിടിച്ച് തിരിച്ചിട്ട് പറയും, ദേ ഇനി എന്റെ പിന്നാലെ ഇവളെ ചൊറിയാൻ വിട്ടാ ഞാൻ എന്തൊക്കെ ചെയ്യുന്നേ എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. അതൊന്ന് ഓർമ്മിച്ചാൽ നിനക്ക് നല്ലത്. ശാലിനി പറയും, അതെ ഇത് കളക്ടറേറ്റാ, എന്റെ സാമ്രാജ്യം. ഞാൻ ഒന്ന് കഴിഞ്ഞൊടിച്ചാൽ നീ അകത്താ. സുസ്മിത പറയും, നീ പറയുന്ന അകം സെൻട്രൽ ജയിലല്ലേ? അവിടുത്തെ കൊതുകുകൾക്ക് വരെ എന്നെ പേടിയാ. പിന്നെ അധികം കുറച്ചു നാള് എന്നെ പിടിച്ചിടാനുള്ള ഇരുമ്പഴികളൊന്നും അതിനകത്തില്ല. ഇതൊക്കെ ഞാൻ നല്ല വ്യക്തമാക്കി തന്നതല്ലേ ശാലിനി? ഞാൻ ഇതിനു മുന്നേ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പാമ്പിന്റെ പകയാണെന്ന്. അങ്ങനെയുള്ളവർക്കടുത്ത് നേർക്ക് നേർ വരരുതെന്ന്. വന്നാൽ പുക കണ്ടേ ഞാൻ അടങ്ങും. അതിപ്പോ നിന്റെയാണോ അതോ എന്ന് പറഞ്ഞ് അനുപല്ലിയെ പിടിച്ചു വലിച്ചിട്ട് പറയും, നിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുടെ ആണോന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ഞാനേ തീരുമാനിക്കൂ. അത് ഇവിടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ചെറിയൊരു ഡോസ് കൊടുത്തിട്ടുണ്ട്, ഒരു 10 മില്ലി. അതിൽ നിന്നിട്ടില്ലെങ്കിലേ ഇനി വരുന്നത് ഇരട്ടിയായിട്ടായിരിക്കും. അതിനിടെ വരുത്തരുത് കേട്ടോടി എന്ന് പറഞ്ഞ് അനുവിനെയും തള്ളി മാറ്റിയിട്ട് സുസ്മിത അവിടെ പോവാ. ശാലിനി ഉണ്ടാവാൻ നിൽക്കണേ. അനുവിന് നല്ല പേടിയുണ്ട്. അവൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മേഡം എന്താ അവളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാത്തത്? ശാലിനി പറയും, അങ്ങനെയൊന്നും ഒതുങ്ങുന്നവളല്ല ഈ സുസ്മിത. ഇവളെ പൂട്ടാനുള്ള വിലങ്ങ് നമ്മുടെ കയ്യിലില്ല. അനുവയ്ക്കും. അപ്പൊ അവള് പറഞ്ഞതൊക്കെ ശാലിനി പറയും ചെയ്യും. പറയുന്നത് ചെയ്ത് ശീലമുള്ളവളാ അവള്.
അനു എന്നോട് പേടിച്ചു പോകണേ. ശാലിനി പറയും വെറും വാക്ക് പറയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളെ പൂട്ടാൻ കേരള പോലീസിന്റെ വിലങ്ങല്ല വേണ്ടത്, നല്ല കുരുക്ക, നല്ല ഇടംപിരി കയറിൽ തീർത്ത കുരുക്ക്. എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കവരുടെ ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യാമ്മയുടെ വീട്ടിലേക്ക് ഉപേന്ദ്രൻ വന്നിരിക്കുക. ഭാമയും രാഘവേട്ടനും രോഹിത്തും പിള്ളച്ചേട്ടനും ഉണ്ട്. പൊന്നി വന്ന് ചായ എന്തോ കൊടുക്കുന്നുണ്ട്. ചിറ്റപ്പന് കൊടുക്കും, രാഘവേട്ടന് കൊടുക്കുമ്പോ ഞാൻ നേരത്തെ കുടിച്ചത്, പിന്നെയും പിന്നെയും ചായ കുടിക്കാൻ എനിക്കെന്താ എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോ ബാമറും എനിക്ക് വന്നേക്കെ എന്ന് പറഞ്ഞത് വാങ്ങിച്ചു കുടിക്കുക. ഉപേന്ദ്രൻ പറയും ഈ കണ്ണുകടി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതൊരു വലിയ സംഭവം തന്നെയാ. ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതും ഈ കണ്ണുകടി തന്നെയാ. ബാമയ്ക്കും അല്ല ഉപേന്ദ്ര, ഇത് നമ്മുടെ ബിസിനസിനെ വല്ലതും ബാധിക്കോ? ഏയ്, ഇതിപ്പോ ചില കുലം കുത്തികളെ നമുക്കൊരിത്തിരി ലാഭം കിട്ടും അറിഞ്ഞപ്പോ ഇരിക്കപ്പുറത്ത് ഇല്ലാഞ്ഞിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണെന്നേ. ഒന്നാമത് കോടികളുടെ സംഖ്യ പേപ്പറിൽ എഴുതുമ്പോ തന്നെ ബോധം പോകുന്ന നാടാ നമ്മുടേത്. അപ്പൊ പിന്നെ അത്രയും തുക അക്കൗണ്ടിലേക്ക് വരും എന്ന് പറയുമ്പോ പിന്നെ അവർക്കപ്പോ ഉറക്കുണ്ടാവോ? രാഘവേട്ടൻ പറയും, ഡാ വന്ന പ്രശ്നത്തിന്റെ മഹാത്മ്യം പറയാതെ അതെങ്ങനെ പരിഹരിക്കാന്ന് പറ. അതിനല്ലേ ഇപ്പൊ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. പ്രശ്നം ഉണ്ടാക്കുന്നവരെ ഒതുക്കാൻ മന്ത്രിക്ക് ഒരു 10 ഇട്ട് കൊടുക്കേണ്ടി വരും. ഇത് കേൾക്കുമ്പോ ഭാമയും രാഘവേട്ടനും ഞെട്ടുന്നുണ്ട്. ഉപേന്ദ്രൻ പറയും അയാൾക്ക് ഏട്ടത്തിയോട് ചോദിക്കാൻ ഒരു മടി ഉണ്ടാകും, നമ്മൾ അറിഞ്ഞങ്ങ് ചെയ്യാം. രാഘവേട്ടൻ ചോദിക്കും, അല്ല ഈ 10 എന്ന് പറഞ്ഞ? ഉപേന്ദ്രൻ പറയും 10 കോടി. രാഘവേട്ടനും ഭാമയും രോഹിത്തും അവിടെ എല്ലാരും ഞെട്ടാണ്. 10 കോടിയോ? രോഹിത്ത് പറയും അത് 10 എന്ന് പറഞ്ഞാ നമ്മൾ 5 കൊടുക്കേണ്ടി വരും വെച്ചാ. ഇനി 10 കൊടുത്താലും അതിനൊരിക്കലും നഷ്ടക്കച്ചവടാവില്ല. കാരണം 200 കോടിയുടെ മുതലാ നമ്മൾ ഈ 10 കൊടുത്തിട്ട് വെട്ടിയെടുക്കുന്നത്. അത് ഇരട്ടിയുടെ ഇരട്ടിയല്ല, അതിലും ഇരട്ടി, ഇരട്ടിയുടെ ഇരട്ടി. രാഘവേട്ടൻ ചോദിക്കും ആർക്കൊക്കെ കൊടുക്കേണ്ടി വരും ഇതൊന്നും നേരായ വഴിക്ക് പോകാനായിട്ട്? ചിറ്റപ്പൻ പറയും ഉള്ളത് പറയാലോ, 1, 2, 3 ഒക്കെ ആയിട്ട് ഒരു 5 കോടി പലർക്കായി കൊടുക്കേണ്ടി വരും. കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇത് കേട്ട് ഭാമയും രാഘവേട്ടനും ഞെട്ടി നിൽക്കുകയാണ്. ചിറ്റപ്പൻ പറയും അല്ലെങ്കിൽ കുറച്ച് താമസം വരും. താമസം വന്നാൽ റിട്ടേൺ വരുന്ന തുകയ്ക്കും താമസം വരും. അതുകൊണ്ട് പിടിച്ച പിടിയാലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. രാഘവേട്ടൻ പറയും ചുരുക്കി പറഞ്ഞ ഒരു 15 കോടി കൂടി പെട്ടെന്ന് ഇറക്കേണ്ടി വരും അല്ലെ? ഭാമ ഇങ്ങനെ ഞെട്ടി നിൽക്കാണല്ലോ. രാഘവേട്ടൻ ചോദിക്കും, അല്ല എന്താ ശ്രീമതി ഒന്നും പറയാത്തത്? അല്ല ഇതിനെന്ത് വഴിയാ നീ കണ്ടേക്കുന്നത്? എന്തെങ്കിലും ഒരു വഴി കാണണല്ലോ, അത് എന്ത് വഴിയാണെന്നാ ഞാൻ ഈ ചോദിക്കുന്നത്. ഭാമ പറയും, അല്ല ഇതിപ്പോ ഇങ്ങനൊരു തടസ്സം പെട്ടെന്ന് ഉണ്ടാവുന്ന ആരും ഓർത്തില്ലല്ലോ. 15 കോടിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ രാഘവേട്ടൻ പറയും പെട്ടെന്ന് ഉണ്ടാക്കണം, ഇല്ലെങ്കിലേ ഈ താമസിക്കുന്ന ഭൂമിയൊക്കെ സർക്കാർ കൊണ്ടുപോകും. ഭാമയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ആകെ പേടിച്ച് വിറച്ചിങ്ങനെ തളർന്ന അവസ്ഥയിൽ നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അതിനുശേഷം പിന്നീടുള്ള പ്രമോലി കാണിക്കുന്നത് സത്യമ്മ ശാരദാമ്മയെ വിളിച്ച് ദേഷ്യപ്പെടുക. മകൾക്കൊരു ഭർത്താവിനെ കിട്ടി, കൊച്ചുമകൾക്കൊരു അച്ഛനെയും കിട്ടി, തകർന്നു പോയത് എന്റെ മകന്റെ ജീവിതം. പിന്നെ ഞാൻ വക്കീലിനെ വിളിച്ചപ്പോ പറഞ്ഞത് ശാലിനിയുടെ ഒരു ഒപ്പ് മാത്രം മതി, ഒരൊറ്റ മാസം കൊണ്ട് ബന്ധം വേർപ്പെടുത്തി തരാന്ന്. ഇത് കേൾക്കുന്ന ശാരദാമ്മ അങ്ങ് ഞെട്ടിപ്പോവും. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മ ശാലിനിയോട് കാര്യം പറയാണ്, സത്യയുടെ അച്ഛനായിട്ട് സ്കൂളിൽ വന്നത് നീയാണെന്ന് തെളിവ് സഹിതം പറയണം, ഇല്ലെങ്കിൽ ഡിവോഴ്സ് പേപ്പറില് നിന്നെ കൊണ്ട് ഒപ്പിടിക്കാന്ന് ഞാൻ സത്യമ്മയ്ക്ക് വാക്ക് കൊടുത്തിരിക്കുക. ശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് സത്യമ്മ വിഷ്ണുവിന്റെ അടുത്ത് പറയും നാളെ അവളെ സത്യങ്ങൾ വെളിപ്പെടുത്താൻ ക്ഷേത്രത്തിൽ വരും, നമുക്കും പോണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. ഇനി ഒരു പക്ഷേ ക്ഷേത്രത്തിലേക്ക് ശാലിനി ആൺവേഷം കിട്ടിയിട്ടായിരിക്കും പോവാ. എന്നാൽ മാത്രമാണല്ലോ തെളിവ് സഹിതം വിഷ്ണുവിനെയും മാമയും എല്ലാം ബോധിപ്പിക്കാൻ പറ്റുക. അപ്പൊ ഇങ്ങനെയൊക്കെയാണോന്ന് അറിയാനായിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്